എന്റെ അമ്മേ. നത്തലി വന്നു. ചേച്ചി വേഗം റെഡിയാവ്. സിദ്ധാർത്ഥേട്ടൻ ട്രാൻസ്ഫോർ വീണെന്ന് കേട്ടു. നേരാണോ? അത് നീ എങ്ങനെ അറിഞ്ഞാടാ നത്തലി? അടിച്ചു കളിക്കാർ ജാനി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. ഓ ജാനി. അമ്മാവനറിയോ? വല്ലതും കാര്യമായി പറ്റിയോ? അല്ല, ഷോക്ക് അടിക്കാതിരിക്കാൻ ഉറ കിട്ടൂലോ. എന്താ കുഞ്ഞമാരാ എന്റെ പേര്? അയ്യേ, അതല്ല, കയ്യിലിടുന്നത്. അത് ഗ്ലൗസ്. ആ, അതൊരെണ്ണം വാങ്ങി ഇട്ടൂടായിരുന്നു. ഷോക്ക് അടിക്കാതിരിക്കൂലോ. എങ്ങനെയാ വീണത്? ഇങ്ങനെ. പക്ഷെ നിലവിളി ഇത്രയും ഉണ്ടായിരുന്നില്ല. നിർമ്മലയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നോടും കൂടി തന്നെയാ. ദാവണി കൊടുത്താലും ശരി, സാരി കൊടുത്താലും ശരി, നിങ്ങളൊക്കെ എനിക്കിപ്പോഴും കുട്ടികളാ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പോറൽ വീഴുന്ന പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ചീത്തപ്പേര് കേൾപ്പിക്കരുന്ന്. എനിക്ക് കോളേജിൽ നല്ല പേരേട്ടാ. രമണി എന്ന് പറഞ്ഞ ആരും അറിയും. ഞാൻ പറഞ്ഞതൊക്കെ എഴുതി നോക്ക്. ഹലോ, അതെ, കേക്കുന്നുണ്ട് പറഞ്ഞോളൂ. ആ, നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ എത്ര? കൺസ്യൂമർ നമ്പർ മാത്രം പോലെ അഡ്രസ്സും തരാൻ പറ. ആ, നിങ്ങളുടെ അഡ്രസ് പറയൂ. ആ, എപ്പോഴാ കറണ്ട് പോയത്? അതൊന്നും കാര്യാക്കണ്ട, മൂപ്പരങ്ങ് എത്തിക്കോളും. ആ സാർ, 7 മൈൽസിൽ ഒരു വീട്ടിലും കറണ്ട് ഇല്ല. എടോ, ആ ലൈൻ കട്ട് ചെയ്തിട്ടല്ലേ 5-ാം വാർഡിലേക്ക് കൊടുത്തത്. പിന്നെ അവിടെ എങ്ങനെ ബൾബ് എത്താനാ? അപ്പൊ അവിടുത്തെ കറണ്ട് എവിടെ പോയി? മേലോട്ട് പോയി. അവിടെ അല്ലടോ മരം വീണ്ട് ട്രാൻസ്ഫോമർ കത്തിയായി. അതിന് പകരം 7-ാം മൈൽസിലെ ട്രാൻസ്ഫോമർ ഊരി. അത്രേ ഉള്ളൂ. ഊരിയേ? ആ, 5-ാം വാർഡിലെ MLA മോളെ കല്യാണമാ. ഭരതൻ സാറ് പറഞ്ഞിട്ടാ ലൈൻ കട്ട് ചെയ്ത് കറണ്ട് അങ്ങോട്ട് കൊടുത്തത്. അങ്ങേരാരാ? ഈ സെക്ഷനിലെ കറണ്ട് രാജാവല്ലേ. ഒരു ദിവസം നാട്ടുകാർ ഫീസ് ഊരും, അതോടെ അങ്ങേരെ കത്തിക്കലും തീരും. മോഴെ, നമ്മളെന്തിനാ അങ്ങേരോട് ഉടക്കുന്നത്? വെറുതെ സർവീസ് ബുക്കിൽ ചുമന്ന വര വരുത്തണ്ട. അതെ, സ്വന്തം വീട്ടിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി സ്വന്തം അനുജനോട് കൈക്കൂലി വാങ്ങിയിട്ടുള്ള ആളാണ് മൂപ്പര്. ഭരതൻ സാർ അക്കാര്യത്തിൽ നല്ല തറവാടിയാ, അല്ലേ നാണുക്കുട്ട? ആ, തറവാടിയാ. തറവാടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു അലവലാതി തറവാടി. വയറിംഗ് നടത്തിയെന്ന് വെച്ച് കറണ്ട് അതിലൂടെ ഓടണമെന്നില്ലല്ലോ. ഞങ്ങൾ തരുന്ന കറണ്ട് നിങ്ങൾ നടത്തിയ വയറിംഗ് താങ്ങുമെന്നറിയണ്ടേ? നല്ല മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചത്? അതെ, നല്ല ചെമ്പ് കമ്പിയാണ്, അലൂമിനിയം അല്ല. ആ, ഏതായാലും 5-6 മാസം കഴിയും. പോസ്റ്റൊക്കെ ഒരുപാട് വേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ, ആകെ 2 പോസ്റ്റേ വേണ്ടു. സിദ്ധാർത്ഥൻ സാർ വന്ന് നോക്കിയതാണ്. സിദ്ധാർത്ഥനല്ല, പരമേശ്വരൻ വന്ന് നോക്കിയാലും ശരി, ഇവിടെ പോസ്റ്റ് ഇല്ല. പോസ്റ്റിന് പകരം അയാൾ വന്ന് കുത്തനെ നിൽക്കുവോ? എങ്കിൽ കമ്പി വലിക്കാം. സാർ, എന്റെ കണക്ഷന്റെ കാര്യം സാറൊന്ന് ശരിയാക്കി തരണം. ഇത് ഓർഡർ ആയിട്ടില്ലല്ലോ. ഭരതൻ സാറിനെ കണ്ടില്ലേ? സാർ ഓർഡർ ഇട്ട് സെക്ഷനിലേക്ക് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സാർ, അയാൾ ഹൈ വോൾട്ടേജ് ആണ്. സാർ ഒന്ന് സഹായിക്കണം. പോസ്റ്റിന് വേണ്ട പണം ഞാൻ കെട്ടിക്കോളാം സാർ. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ ഓഫീസിലെ ഏറ്റവും സത്യസന്ധനായ ജൂനിയർ എഞ്ചിനീയർ സിദ്ധാർത്ഥ സാറല്ലേ അത്? അതെ, എന്താ പരിചയമുണ്ട്? അദ്ദേഹത്തിന്റെ പെങ്ങളെ ഞാനാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. ആ സ്നേഹം കൊണ്ട് ചോദിച്ചു പോയതാണ്. അതിന്റെ ഫ്യൂസ് പോയെന്നാ തോന്നണേ. അതാ എഴുതിട്ട് പോയത്. കൃഷ്ണേട്ടൻ ഒരു കാര്യം ചെയ്യും, നേരെ ചെന്ന് സാറിനെ കാണും. ഇപ്പൊ കണക്ഷനൊക്കെ വേഗം കിട്ടും, ഒന്നും പെൻഡിങ്ങിലില്ല. പെൻഡിങ്ങിലുണ്ട്. എന്റെ കണക്ഷന്റെ കാര്യം എന്തായി? നിശ്ചയിച്ചു അല്ലേ? എന്ത്? സിദ്ധാർത്ഥേട്ടന്റെ പെങ്ങളുടെ കല്യാണം കഴിയുന്നവരെ കാത്തിരിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നുള്ളൂ. ഒരൊറ്റ ദിവസം ലീവ് എടുക്കാതെ സമയം കഴിയുന്നവരെ സീറ്റിലിരിക്കുന്നത് തന്നെ സിദ്ധാർത്ഥേട്ടനെ കാണാനാ. എന്റെ അടുത്ത് പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചത് മറച്ചു വെക്കണ്ടായിരുന്നു. നീ എന്ത് ഭ്രാന്താ ചന്ദ്രമതി പറയുന്നത്? ഭ്രാന്തല്ല, അതാ ജനൽ എന്നോട് സത്യം പറഞ്ഞു. പെങ്ങളെ കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരനെ ഞാൻ ഇപ്പോഴവിടെ കണ്ടു. എന്നോടൊന്നും മറച്ചു വെക്കരുത്. ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞുണ്ടല്ലോ. എനിക്ക് നിന്നോട് പ്രേമോണെന്ന് ആരാടി പറഞ്ഞത്? ഒരുമാതിരി ചന്ത പെണ്ണുങ്ങളെ പോലെ കാണുമ്പോഴൊക്കെ ഓരോ കാര്യം പറഞ്ഞ് ശൃംഗരിച്ചെന്റെ മേത്ത് ചാഞ്ഞാണ്ടല്ലോ. ഓ തടവാട്. ആരാ നോക്കുന്നത്? അല്ല, എന്റെ പെങ്ങളെ കെട്ടാൻ പോണെന്നും പറഞ്ഞ് ഒരുത്തിനോട് വന്നു ചന്ദ്രമതി പറഞ്ഞേ. പറയേ മാത്രമല്ല, അവള് നാറ്റിക്കുകയും ചെയ്തു. കുറച്ചു മുമ്പ് ഞാൻ അവനെ ജനലിന്റെ അവിടെ കണ്ടതാ. എന്നെ കണ്ടതോ മാറിക്കളഞ്ഞു.
ആദ്യം അവളെ സൂക്ഷിക്കണം. അവള് സാറിനെ കൊത്താൻ നടക്ക. എന്നിട്ട് അളിയനിപ്പോ എവിടെ? അതാ ഞാനും നോക്കുന്നത്. ദേ അവൻ, എന്റെ പുന്നാര അളിയൻ. അളിയാ, അങ്ങനെ ബോംബെറിഞ്ഞു. ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാ മതി. അവന്റെ ഒരു ഉടുക്കത്തെ സൈക്കിൾ. നിനക്കെന്റെ പെങ്ങളെ കെട്ടണല്ല. താനാരാണോ? ഞാൻ ആരാന്നോ? കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ പെങ്ങന്മാരെ വളർത്തി പുറകെ നടന്നു. പെങ്ങന്മാരെ കെട്ടിച്ചു വേണ്ട. എക്സ്റേയിൽ അവിടെ ചില വിടവുകൾ കാണാനുണ്ട്. എല്ലുകളും മാംസവുമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്ത് കുറ്റം ചെയ്തിട്ടാ വിനയേട്ടന് ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. കൂട്ടത്തിൽ കറാട്ടെ പഠിച്ച ഒരുത്തനുണ്ടോ എന്നൊരു സംശയം. ഇതുപോലെ ശരീരത്തിന്റെ പ്രധാന മർമ്മസ്ഥാനങ്ങളിൽ ഉന്നം വെക്കാൻ അങ്ങനെ ഒരുത്തനെ സാധിക്കും. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും? അങ്ങനെ കൃത്യമായ ഡേറ്റ് വെച്ച് ഏതെങ്കിലും രോഗം മാറിയിട്ടുണ്ടോ നിർമ്മലേ? ആര് തല്ലിയാലും ശരി, അച്ഛനായാലും ശരി, ഏട്ടനായാലും ശരി, ഞാനും ഇനി വിട്ടുകൊടുക്കില്ല. അമ്മേ, എന്തേ? ഒന്നുമില്ല, നല്ല സുഖമുള്ള വേദന. നീ ഇങ്ങനെ ഇവിടെ വന്നത്? ഓട്ടോയില് നത്തില് സഹായിച്ചു. അവനിപ്പോ നമ്മുടെ കൂടെയാ. അവനെ നമ്പണ്ട, അവൻ ചാരനാണ്. നിനക്കെന്താ ഒരു മാനസാന്തരം? ഒരു കയ്യബദ്ധം പറ്റിയതാ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാകുമായിരുന്നു. ഇനി ഏതായാലും സംഗതി എനിക്ക് വിട്ടതാ. നിർമ്മല കുഞ്ഞിന്റെ മേൽ ഒരു കണ്ണ് വേണമെന്ന് സിദ്ധാർത്ഥ സാർ എന്നോട് പറഞ്ഞു. ഏതായാലും മറ്റേ കണ്ണ് വെറുതെ കിടക്കുക. അത് ഞാൻ സാറിന് തരാം. അതും വെച്ച് വല്ല ചാരപ്പണിയും നടത്തിയ 2 കണ്ണും ഈ ഉള്ളം കൈ കിടക്കും. നല്ലാഴ്ച സാധനം തന്നെ അപസ്മാരം പോലെ ആശുപത്രിയിലേക്ക് എടുക്കണോ? കൊണ്ടുപോണ്ടി വരുമെന്നാ തോന്നുന്നു. ആവശ്യമില്ലാത്ത ശബ്ദം ഉണ്ടാക്കി സാറിന്റെ നെഞ്ചത്ത് കുത്തിയാൽ അടിച്ച് എന്റെ അമ്മൂമ്മയുടെ ഫീസ് ഞങ്ങൾ വരും. പിന്നെ സപ്ലൈ ഉണ്ടാവില്ല. അത് ശരി. വരണം. കല്യാണവും കഴിഞ്ഞ് ആദ്യരാത്രിയും കഴിഞ്ഞ് ആകപ്പാടെ കുലുങ്ങി മറിഞ്ഞ് സാറിങ് എത്തിയെന്ന് കേട്ടു. വിവാഹത്തിന് എന്നെ ക്ഷണിച്ചില്ല. വിവാഹം കഴിഞ്ഞൊന്ന് അനുമോദിക്കാൻ ഒരു ക്ഷണക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. സാർ ഇരിക്കണം. ഇരിക്കണമെന്നില്ല. സാർ എന്തിനാ വിളിപ്പിച്ചത്? തന്നെ കൊണ്ടൊന്ന് ചികിത്സിപ്പിക്കാൻ വിളിപ്പിച്ചതാ. ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ അറിഞ്ഞൊന്ന് ഇരുത്തിയില്ലേ താൻ? ചികിത്സയൊക്കെ എവിടം വരെ ആയി എന്നൊന്ന് അറിയാൻ വിളിപ്പിച്ചതാ. ശിവരാമ, നിർത്തിക്കോ. നമുക്ക് പിന്നെ സംസാരിക്കാം, ഇവിടെ വെച്ച് വേണ്ട. ഒരു വെറ്റിനറി ഡോക്ടറെയും കേട്ടി യൂണിയൻകാരെ മുഴുവൻ സൗജന്യമായി ചികിത്സിപ്പിക്കുക. വേണ്ട നേതാവേ, ആ കുട്ടി എനിക്കറിയാം. നല്ല കൈപ്പുണ്ടുള്ള ഡോക്ടറാ അവര്. എന്റെ ഭാര്യ വീട്ടിലെ കോഴിക്കുഞ്ഞിന് പരുന്തറാഞ്ചി. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി തള്ളക്കോഴി പിറകെ പറന്ന് മരത്തിലിടിച്ച് നിലത്ത് വീണ് കാലൊടിഞ്ഞു. ആ കാലിന് പ്ലാസ്റ്റർ സാറിന്റെ ഭാര്യ. 4 ദിവസം കോഴി ആശുപത്രി കിടന്നു. ഓഹോ, എന്താ സംശയം? ആ കോഴി അതിനുശേഷം 2000 മുട്ടെങ്കിലും ഇട്ട് കാണും. അത്ര കൈപ്പുണ്ടുള്ള ഡോക്ടറാ. ഇനിയും കിടന്ന് ചിലച്ചാൽ താൻ അതിലും കൂടുതൽ മുട്ടയിടും. കുറെ നാറികളുടെ പിൻബലം ഉണ്ടെന്ന് വെച്ച് ഇവിടെ കയറി വന്ന് എന്നെ വിസ്തരിക്കാൻ താൻ ആരോട്? വിദ്യുച്ഛക്തി മന്ത്രിയോ? അതേടെ പുല്ല്. ഞാൻ ആരെയും കാണിക്കുന്നു. നീ ആരാണെന്ന് എന്റെ വിചാരം? നിന്നെ ഞാൻ ശരിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് മുഖത്തോക്കി പറയടാ. പറഞ്ഞാ താ എന്ത് ചെയ്യണോ? ഇവരിനി മാറ്റി തരണം. സാറിങ്ങോട്ട് വാങ്ങേ. വിട് ചാർലി, വിട്. എന്താ സാർ, ഇതൊക്കെ മോശമല്ലേ? ഞാൻ ആകെ പതറി പോയി ചാർലി. പതറിയതല്ല, പറന്നു വിട്ടല്ലേ സാറ്. ഞാൻ പിടിച്ചില്ലെങ്കിലേ ആ ശിവരാമന്റെ കാറ്റ് പോയേനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒത്തിരി ധൈര്യം തോന്നുന്നുണ്ട് ചാർലി. എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. വോൾട്ടേജ് ഇത്തിരി കൂടിയപ്പോ ആകെ ഒന്ന് കത്തി, അത്രേ ഉള്ളൂ.